അങ്ങനെയാണോ കാര്യങ്ങളുടെ കിടപ്പ്? ബാക്കി ഞാൻ ഏറ്റു. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത്. ഇതെങ്ങനെയെങ്കിലും കൂടെ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. ഉള്ള ജയിലിൽ കിടന്ന് അളവുകൾ 18 പയറ്റി തെളിഞ്ഞ് എനിക്ക് ഇതിൽ പ്രശ്നമല്ല. നീ വിഷമിക്കണ്ട പെണ്ണേ. അവൻ നിന്നെ കല്യാണം കഴിച്ചവനാണെങ്കിൽ നിന്നെ ഞാൻ അവന്റെ കൂടെ ജീവിപ്പിക്കും. അങ്ങനെ കോടി പുണ്യം കിട്ടും. ഇതാണോ വിജയന്റെ രണ്ടാം ഭാര്യ വീട്? അതെ, ഇപ്പോൾ 2 ഭാര്യമാർ ഇവിടെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ആദ്യത്തെ ഭാര്യയെ വിളിക്കണം. കാര്യം? വിളിക്കണം മിസ്റ്റർ. ഇതായി നിൽക്കുന്നവളാണ്. ഓഹോ, ഇവളാണോ? എന്താ കാര്യം? ഇവിടെ ഒരു കൊലപ്പള്ളിയാണ് മിസ്റ്റർ. കൊലപാതകയോ? അതെ, 2 ആഴ്ചയായി ഇവൾ ഞങ്ങളെ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. കേവലം ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി ഉറങ്ങിക്കിടന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ കഴുത്ത് ഞാനല്ല അല്ലേ? നീയല്ലേ വിജയന്റെ ആദ്യത്തെ ഭാര്യ? ഞാനൊരു നാടക നടിയാണ്. ഈ ദുഷ്ടന്റെ വാക്ക് കേട്ട് ഞാൻ ഇവിടെ അഭിനയിക്കാൻ വന്നതാ. എന്ത് പറഞ്ഞു? ഞാനിവിടെ കണ്ടപ്പോഴേ തീരുമാനിച്ചാണ്. അവളുടെ കണ്ണു കണ്ട് അറിഞ്ഞൂടെ ഒരുതരം ക്രിമിനൽ ലുക്ക്. ഈ മൂലക്കണ്ണുനീരൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്ന് സാറ്, കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ വിഷമിക്കുമ്പോൾ വിജയൻ എന്നൊരുത്തന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ 4 നാടകത്തിന്റെ കൂലി തരാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. അത് വിശ്വസിച്ച് വന്നവളാണ് സാറേ ഞാൻ. എന്റെ മുമ്പിൽ നീ അഭിനയിക്കുകയാണോ? അല്ല സാറേ, ഇത് സത്യമാണ്. ഇവിടെ പറയുന്നത് നേരാണോ മിസ്റ്റർ? എനിക്കറിയില്ല. ഈ സ്ത്രീയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അനാവശ്യം പറയുന്നു. അമ്മേ, ഒന്ന് പറയൂ അമ്മേ. ഇവരാരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, ഒരമ്മയല്ലേ? സംസാരത്തോടെ നേരെയുള്ള നടക്ക് സ്റ്റേഷനിലേക്ക്. അയ്യോ സാറേ, എന്റെ പൊന്ന് സാറേ, എന്നെ രക്ഷിക്കണേ. സാറോ? നീ എന്റെ ഭാര്യയല്ലേ? അയ്യോ ഭഗവതേ, ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അഭിനയിച്ചു പോയതാണ്. സാറേ, എനിക്ക് മാപ്പ് തരും സാറേ, മാപ്പ് തരും. നിന്റെ അഭിനയൊക്കെ കഴിഞ്ഞോ? നീ എന്റെ ഭാര്യയല്ലല്ലോ, ഞാൻ നിന്റെ ഭർത്താവുമല്ലല്ലോ. പൊയ്ക്കോ. നിൽക്കവിടെ. നീ അഭിനയിച്ചതിന്റെ കൂലി കിട്ടിയോ? 100 രൂപ തന്നു സാർ. 200 രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞു. അവളുടെ രൂപ കൊടുക്ക്. രൂപയോ? ഞാനോ? എന്തിന്? നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുപ്പിക്കട്ടോ? എനിക്കല്ല, അവൾക്കാണ്. പാടിവിടെ. വയ്ക്കോ. കുടുംബം തകർക്കാൻ നടക്കുന്ന ദ്രോഹി. മതി മതി, അച്ഛനും മകനും തമ്മിലുള്ള അഭിനയം. സാർ സാർ, ഒരു നിമിഷം. 50 രൂപ വേണം. 50 രൂപ എന്തിന്? ഈ പോലീസ് സ്റ്റേഷൻ വാടകയ്ക്ക് കാശ് കൊടുക്കണ്ടായോ? ഓ, 50 രൂപ കൊടുക്ക്. ഇവിടെ തന്നോടാ പറഞ്ഞ 50 രൂപ കൊടുക്കാൻ. കണ്ടോ അമ്മാവ, 350 രൂപ അനാവശ്യമായിട്ട് ചിലവായി. ഇത് ആരുടെ രൂപയാ? ഉഷയുടെ രൂപയാ. ഉഷ ആരാ? എടാ കൊച്ചിനെ, ഉഷ ആരാ? എഴുതാരെ, ഉഷ ആരാ? സാറിന്റെ ഭാര്യ. എന്റെ ഭാര്യ. അമ്മാവ, കൊച്ചോട് പറഞ്ഞേക്കണം രൂപയെന്ന് അനാവശ്യമായിട്ട് ചിലവാക്കരുതെന്ന്. എഴുതാനടന്ന് തന്റെ അഭിനയം കഴിഞ്ഞില്ലേ? പിന്നെ എന്താ കറങ്ങി നടക്കുന്നത്? പോ. അയാൾ പോകാനൊന്നും വന്നതല്ല. രൈരുനാൾ ഇനി ഇവിടെ തന്നെ താമസിക്കും. എങ്ങനെ ഇരിക്കുന്നു നിന്റെയൊക്കെ വിശ്വാസങ്ങൾ? രൈരുനാരെ വരൂ. എടീ, ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു തെരുവിൽ കിടന്ന് കൂത്താടരുതെന്നും മോഷ്ടിക്കരുന്നു? മോഷ്ടിക്കാനും കൂത്താടാനും എനിക്ക് എന്ത് സന്തോഷമാണെന്നോ? അല്ലെങ്കിൽ ഞാൻ എന്തിനു തെരുവിൽ കിടന്ന് കൂത്താടണം? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേട്ടൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ. എന്റെ വേദനകൾ ഞാൻ ആരോട് പറയും? എനിക്ക് ചേട്ടനില്ല. എന്നെ എടുത്തു വളർത്തിയ മാസ്റ്റർ ഇന്ന് അവശനാണ്.
ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. മീനു, ചേട്ടനത് കണ്ടോ? മാഷക്ക് അസുഖം വളരെ കൂടുതലാണ്. മരുന്നിന് മാത്രം ദിവസം 50 രൂപയാകും. പണത്തിന് ഞാൻ എവിടെ പോകാൻ? ചേട്ടാ, എനിക്കൊരപേക്ഷയുണ്ട്. എന്നെ വിട്ടെങ്ങും പോകരുത്. ചേട്ടൻ ഇന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? അല്ലെങ്കിൽ തന്നെ എനിക്കാരുമില്ലല്ലോ. മീനു, ഇതാണ് തെരുവിൽ നിന്ന് കിട്ടിയത്. മരുന്നിന് പോലും തികയില്ല. ചേട്ടാ, നിന്നെപ്പോലൊരുത്തരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കാവശ്യം പണം, എനിക്കാവശ്യം നിന്നെ. പക്ഷേ ആ കോൺട്രാക്ടർക്ക് 50,000 രൂപ കൊടുക്കും. ചെക്കൊപ്പിട്ടേക്ക്. ഉഷേ, ചെക്കൊപ്പിടാൻ വരട്ടെ. 1,00,000 രൂപ കൊടുത്തതല്ലേ? കണക്കെല്ലാം പിന്നെ നോക്കാം. അല്ല, ആ കണക്ക് എനിക്കൂടെ ഒന്ന് അറിയണം. മാവാ, ഉഷ ആരാണ്? ഉഷ ആരാണ്? നിങ്ങൾ പറയൂ, ഉഷ ആരാണ്? ഉഷ എന്റെ ഭാര്യയാണ്. നിർത്തടാ. കുറെ നാളുകളായി ഉഷയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് ഇവിടെ തുള്ളുന്നു. ഇനി ഞാനിത് അനുവദിക്കില്ല. അമ്മാവാ, ഒരു ഭാര്യയുടെ സ്വത്തിന്റെ പരിപൂർണ അവകാശം അവരുടെ ഭർത്താവിനാണ്. അത് എപ്പോ എങ്ങനെ ചിലവഴിക്കണമെന്ന് അവരുടെ ഭർത്താവ് തീരുമാനിച്ചുകൊള്ളും. നീ ചെക്കോപ്പറേടി. ഉഷ നിന്റെ ഭാര്യയാണെങ്കിൽ എന്റെ പെങ്ങളുമാണ്. ഈ സ്വത്തിൽ എനിക്കുമുണ്ട് തുല്യാവകാശം. കാലെടുക്കണ. എടാ നീയോ? അതേടാ, ഞാൻ തന്നെ. അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്നാ പറയാ, നിന്റെ ഭർത്താവിന്റെ രഹസ്യ ഭാര്യയിലുള്ള മകൻ. ചേട്ടനല്ലേ പറഞ്ഞതെല്ലാം ചുട്ടരിച്ചെന്ന്? ഇല്ലടി, ഇല്ല, അവൻ മരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുമെന്ന്. ഒരു കൊലപ്പുള്ളിയായ നിന്നെ പോലീസിൽ അകപ്പെടുത്താതെ പൊന്നുപോലെ നോക്കിയ എന്നെ എന്നെങ്കിലും നീ തിരിഞ്ഞു കുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത്. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെടാ. അത് നിന്നെ കൊണ്ടാകും. ആകൂന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 361 ശരി, 402 ശരി, ഈ 367 ശരി. ജയിലിലെ ഗോതമ്പ് കഞ്ഞിയേക്കാൾ ഇവിടത്തെ പഴങ്കഞ്ഞിക്കാണ് ഒരു രുചി. ഓർമ്മ വേണം, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ പഴയതുപോലെ എല്ലാവരും സ്വന്തം പോയിട്ട് വരും. ഇതെല്ലാം അവിടെ നടക്കില്ലടാ. നടക്കൂടാ. കണ്ടുകളയാം. കണ്ടുകളയാം.